70% ബേൺ ഇഞ്ചുറീസ്. മുഖത്തിന്റെ പകുതിയും കരിഞ്ഞു പോയിട്ടുണ്ട്. Already facial tissues are being exposed to air. ഏത് നിമിഷവും ബ്രെയിൻ ഇൻഫെക്ഷൻ ആയേക്കാം. I don't think it's possible. മനസ്സ് വെച്ചാൽ നടക്കാൻ പാടില്ലാത്തതായിട്ടൊന്നുമില്ല. നീ ലൈഫിൽ ഇത്രയും സർപ്രൈസ് ആയിട്ടുണ്ടാവില്ല. ബി റെഡി ഫോർ ഇറ്റ്. കാണിക്കുന്ന പോലെ ഈ ഒരു പ്രൊസീജിയറിനെ പറയുന്നത് ഫേസ് ട്രാൻസ്പ്ലാന്റ് അല്ലെങ്കിൽ ഫേഷ്യൽ ട്രാൻസ്പ്ലാന്റ് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊസീജിയർ ആക്ച്വലി നമുക്ക് പോസിബിൾ ആണ്. പക്ഷേ ഈ ഒരു പ്രൊസീജിയർ ഇപ്പോഴും എക്സ്പെരിമെന്റൽ സ്റ്റേജസിലാണ്, ഇപ്പോഴും ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഏകദേശം ഓൾ ഓവർ ദ വേൾഡ് ഒരു 50 കേസോളെ നമ്മൾ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളൂ. അതും US-ഉം യൂറോപ്പിലൊക്കെ ആണ് ഈ പ്രൊസീജിയർ മെയിനായിട്ട് ചെയ്തിരിക്കുന്നത്. അവിടെയൊക്കെ ചെയ്തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഫേസ് മൊത്തം പൊള്ളി ഇരിക്കുന്ന ഒരു സിറ്റുവേഷൻ, അല്ലെങ്കിൽ സിവിയർ ആക്സിഡൻസിൽ പെട്ടുപോയ പേഷ്യൻസ് ഫേസൊക്കെ പോയിട്ട്, അതുപോലെ ഗൺ ഷോട്ട് ഇഞ്ചുറീസ് ഒക്കെ ആയിട്ടുള്ള പേഷ്യൻസിനാണ് ഈ ഒരു പ്രൊസീജിയർ ഇതുവരെ അറ്റംപ്റ്റ് ചെയ്തേക്കുന്നത്. സോ ഫേഷ്യൽ ട്രാൻസ്പ്ലാന്റ് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഒരു ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ, അത് എന്തെങ്കിലും ആക്സിഡന്റ് കാരണമോ അല്ലെങ്കിൽ ഏതെങ്കിലും കാരണം വശാൽ ബ്രെയിൻ ഡെഡായ ഒരാളുടെ ഫേസിനെ അവിടുന്ന് സർജിക്കലി റിമൂവ് ചെയ്തിട്ട് ഈ പറഞ്ഞ ഗൺ ഷോട്ടോ അല്ലെങ്കിൽ ബേൺസ് ആയ പേഷ്യൻറ്റിനാണ് നമ്മൾ ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഈ ഒരു പ്രൊസീജിയർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം ഒരു ലൈഫ് ലോങ് ഇമ്മ്യൂണോ സപ്രസീവ് ഡ്രഗ്സ് എടുക്കേണ്ടതാണ്. സെയിം കിഡ്നി ട്രാൻസ്പ്ലാന്റും ലിവർ ട്രാൻസ്പ്ലാന്റ് പേഷ്യൻസും ഒക്കെ എടുക്കുന്ന പോലെ തന്നെ ഈ പേഷ്യൻസിനും ഇമ്മ്യൂണോ സപ്രസീവ് റെജിമെൻ വളരെ വളരെ ആവശ്യമാണ്. പിന്നെ ഇതിൻ്റെ ഒരു റിലേറ്റഡ് പ്രൊസീജിയർ എന്ന് പറയുന്നതാണ് ഫേഷ്യൽ റീപ്ലാന്റേഷൻ. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ, സിവിയർ ഹൊറിഫിക് ആക്സിഡൻസ് ഒക്കെ നമ്മൾ കേൾക്കാറുണ്ട്. എന്ന് വെച്ചാൽ ഫേസ് പറഞ്ഞു പോയി എന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്, അല്ലെങ്കിൽ സ്കാൽപ്പ്, തലഭാഗം, തലമുടി അടക്കം പറഞ്ഞു പോയി എന്നൊക്കെ കേൾക്കാറുണ്ട് ന്യൂസിലൊക്കെ. അപ്പം അങ്ങനത്തെ സിറ്റുവേഷൻസിലും ഈ പറഞ്ഞ ടിഷ്യൂ, ഏത് ടിഷ്യൂ ആണ് പറഞ്ഞു പോയത്, അതിനെ നമുക്ക് റീപ്ലാന്റ് ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട്. ഇതിനെയാണ് നമ്മൾ ഫേഷ്യൽ റീപ്ലാന്റ് എന്ന് പറയുന്നത്.